പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വാർത്ത കണ്ട സമയത്ത് അല്പം സമാധാനം തോന്നി. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് മേഘ എന്ന പെൺകുട്ടി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. IB ഉദ്യോഗസ്ഥയായിരുന്നിട്ടും മാസത്തിൽ 1.5 ലക്ഷത്തോളം രൂപ ശമ്പളം നേടിയിട്ടും സമൂഹത്തിലെ ഉയർന്ന പോസ്റ്റിൽ നിന്നിട്ട് ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് വിധേയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കേട്ട സമയത്ത് നമുക്ക് വല്ലാത്ത സങ്കടമാണ് ഫീൽ ചെയ്തത്. കാരണം ഈ ഒരു IB പോസ്റ്റിൽ എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനേക്ക് തണലൊരുക്കിയ മാതാപിതാക്കളെ മറന്ന്, തന്നെ സ്നേഹിച്ച, തന്നെ വളർത്തി വലുതാക്കിയ, തനിക്ക് ഈ ഒരു ജോലി നേടുന്നത് വരെ തനിക്കൊരു തണലേകിയ തൻ്റെ മാതാപിതാക്കൾക്കപ്പുറം അവരെ എല്ലാം മറന്ന് ഈ ഒരു പെൺകുട്ടി ഇത്രയും നല്ല ഈ ചെറിയ പ്രായത്തിൽ ഇത്ര നല്ല ജോലിയൊക്കെ നേടിയെടുത്തിട്ടും എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ ഉള്ളിലും ഉയർന്നിട്ടുണ്ടാവും. അവിടെയാണ് സുഗാന്ത് എന്ന ചെറുപ്പക്കാരൻ്റെ രംഗപ്രവേശം. ഇവർ തമ്മിൽ സ്നേഹത്തിലായിട്ട് കുറച്ച് മാസങ്ങളായി. ഈ പെൺകുട്ടി തിരുവനന്തപുരം എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത്. IB ഉദ്യോഗസ്ഥയായത് തന്നെ തൻ്റെ പ്രൊഫൈല് വെളിപ്പെടുത്താനോ തൻ്റെ ജോലി സ്ഥലങ്ങളിലെ കാര്യങ്ങൾ തൻ്റെ മാതാപിതാക്കളോ തൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ജോലിക്കില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാനോ ജോലിയിടത്തെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ മാതാപിതാക്കൾക്കും പരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ കുട്ടി തൻ്റെ വിഷമങ്ങളൊന്നും ഒരുപക്ഷെ തൻ്റെ മാതാപിതാക്കളോടും പറയാതിരുന്നത്. പിന്നീട് മകളുടെ പിറന്നാളിന് അച്ഛൻ ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കുന്നു. ആ കാറിൻ്റെ GPS സംവിധാനത്തിലൂടെ അർദ്ധരാത്രി കാറ് പോകുന്നതായിട്ട്, എറണാകുളത്തേക്ക് എത്തുന്നതായിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു. മകളെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ മകളുടെ കൂടെ ഒരു സുഹൃത്തുണ്ടെന്ന് അറിയുന്നു. ആ സുഹൃത്ത് തൻ്റെ മകളുടെ കാമുകനാണെന്ന് മനസ്സിലാക്കുന്നു. ഇത് മനസ്സിലാക്കി അദ്ദേഹം പറയുന്നു, ഈ യാത്രകളൊന്നും വേണ്ട, വീട്ടിൽ ആലോചിക്കാം. ചെറുപ്പക്കാരൻ്റെ വീട്ടുകാരോട്, നമ്മളെ വീട്ടുകാരോടുമായി ആലോചിക്കാൻ പറയൂ, നമുക്ക് വിവാഹം നടത്താം. കാരണം ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റിട്ടയർഡായി, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മകള് പഠിച്ചൊരു ജോലിയൊക്കെ നേടി, മകളും ഉത്തരവാദിത്തമുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലി നേടി അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ അന്തസ്സോടെ ജീവിക്കുകയാണ്. ഇനി മകളുടെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ള ധർമ്മം മാത്രമേ ആ പിതാവിനുണ്ടായിരുന്നുള്ളൂ. അത് കരുതി അദ്ദേഹം പറയുകയാണ് ഇത് വീട്ടിലറിയിക്കാൻ. ഈ സമയത്താണ് സുഗാന്ത് പറയുന്നത്, പല കാരണങ്ങൾ പറയുന്നത്. എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റൂല, ഞാൻ ഈ ഒരു ജോലിയിൽ നിന്ന് ഇതിനേക്കാളും ഭേദപ്പെട്ട മറ്റൊരു ജോലി ആഗ്രഹിക്കുന്നു, ഇപ്പം സമയമായിട്ടില്ല, അല്ലെങ്കിൽ അച്ഛൻ അസുഖമാണ്, അങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞ് ഓരോ ഒഴിവുകൾ കണ്ടെത്തുന്നു. നിരന്തരം തന്നെ കല്യാണം കഴിക്കണമെന്ന ആവശ്യം സുഗാന്തിനോട് പറയുന്ന സമയത്ത് സുഗാന്ത് ഈ പെൺകുട്ടിയോട് വളരെ പരുഷമായിട്ട് പെരുമാറുന്നു. ഇങ്ങനെയുള്ള പെരുമാറ്റത്തിനിടയിലാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ ഇത് മാത്രമായിരിക്കുമോ എന്ന കാരണം വന്ന് ആലോചിച്ച് ഒരച്ഛൻ നടത്തിയ അന്വേഷണത്തിൽ, അച്ഛൻ്റെ സ്വയം പ്രയത്നത്തിലാണ് ഈ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ വെറും 871 രൂപയാണുള്ളത്. ആലോചിക്കണം, മാസം 1.5 ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് വെറും 871 രൂപയാണ്. അപ്പോൾ ഈ ബാക്കി പണമെല്ലാം എവിടെ പോയി? അപ്പോഴാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എടുക്കുന്നതും നോക്കുന്നതും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഈ പണമെല്ലാം ഒഴുകിയത് സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്കായിരുന്നു. സുഗാന്ത് ആണെങ്കിലോ പാരമ്പര്യമായിട്ട് ധാരാളം സ്വത്തും വകകളുള്ള, തൻ്റെ അച്ഛനും അമ്മയും നല്ല സാമ്പത്തിക അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾ, അച്ഛൻ്റെ അമ്മയുടെയും മകനാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പണത്തിന് ആവശ്യമില്ല. പക്ഷേ ഇയാൾ ഒരേ സമയം ഇതേ IB ഓഫീസിലെ മറ്റ് 2 യുവതികളുമായിട്ടും ഈ പെൺകുട്ടിയുമായിട്ടും പ്രണയത്തിലായിരുന്നു. ഇത് പരസ്പരം ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ പെൺകുട്ടിയും മാത്രമായിട്ടാണ് സുഗാന്തിന് സാമ്പത്തിക ഇടപാടുണ്ടായിട്ടുള്ളൂ. ഈ സാമ്പത്തികമെല്ലാം തൻ്റെ ഫുൾ പൈസയും ഈ പെൺകുട്ടി സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 10,000-15,000 രൂപ ഇവരുടെ ദൈനംദിന ചെലവുകൾക്കായിട്ട് ഇവൻ ഓശാരമാക്കി കൊടുക്കുകയാണ്. ഇത് ഇന്നുള്ള മാത്രമല്ല ഈ മാടമ്പിത്തരം. ഇതിനു മുമ്പുള്ള പുരുഷ സമൂഹത്തിലും ഇതേ മാടമ്പിത്തരം ഉണ്ടായിരുന്നു. തൻ്റെ ഭാര്യ ജോലിക്കാരിയാണെങ്കിലും, എത്ര ലക്ഷം ശമ്പളം കൈപ്പറ്റുന്നവരാണെങ്കിലും തൻ്റെ ശമ്പളം ചെലവഴിക്കാൻ ഭർത്താവിൻ്റെ അനുവാദം വേണമെന്നുള്ള അലംഘനീയമായൊരു നിയമം
അതായത് നിയമത്തിൽ രേഖാമൂലം എഴുതി ചേർക്കാത്ത നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നൊരു നിയമമായിട്ടതുണ്ട്. ഞാൻ അറിയുന്നൊരു കുടുംബത്തിൽ ഇതേപോലെ ഉണ്ട്. ഞാൻ സന്ദർഭവശാൽ പറയുകയാണ്. രണ്ടുപേരും നല്ല മികച്ച ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ്. ഭാര്യയ്ക്ക് ഒരു 100 രൂപയുടെ സാരി വാങ്ങണമെങ്കിൽ പോലും ഭർത്താവിൻ്റെ അനുവാദം വേണം. തൻ്റെ ശമ്പളം തൻ്റെ ഭർത്താവിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് മാത്രം ചെലവഴിക്കാൻ ബാധ്യസ്ഥയാക്കപ്പെട്ടൊരു ഭാര്യയായിരുന്നു അവർ. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള മാടമ്പിത്തരങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ മാടമ്പിത്തരത്തിൻ്റെ മറ്റൊരു വശമാണ് സുഗാന്ത്. സുഗാന്ത് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ലൈംഗികമായി ദുരുപയോഗപ്പെടുത്തി അതിൻ്റെ വിഷ്വലോ മറ്റോ കാര്യങ്ങളോ കൈവശപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയാണോ ഈ പെൺകുട്ടിയുടെ നിന്ന് പണം കൈപ്പറ്റിയെന്ന് അറിയില്ല. എന്തായാലും ഈ പെൺകുട്ടി തൻ്റെ ശമ്പളം മുഴുവൻ നൽകിയിരുന്നത് തന്നെ വളർത്തി വലുതാക്കി തന്നെ പഠിപ്പിക്കാനും വളർത്താനും തൻ്റെ ചെലവഴിച്ച മാതാപിതാക്കൾക്ക് നൽകാതെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട തൻ്റെ സുഹൃത്തിന് താൻ ഇന്നല്ലെങ്കിൽ നാളെ അയാളുടെ വിവാഹ ജീവിതത്തിലേക്ക് അയാളുടെ ജീവിതത്തിലേക്ക് പോവേണ്ടവളാണ്, തൻ്റെ പണം ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിനും കൂടി അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യത്തിൽ നിന്നാണോ ഈ പെൺകുട്ടി ഈ പണം കൊടുത്തതെന്നറിയില്ല. ചില പെൺകുട്ടികൾ അങ്ങനെയാണ്. എത്ര കയ്യിൽ കിട്ടിയാലും തൻ്റെ ഭർത്താവ് ചെലവഴിക്കണം, അല്ലെങ്കിൽ തനിക്ക് പ്രിയപ്പെട്ടവൻ ചെലവഴിക്കണം, അപ്പോഴേ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇത് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണല്ലോ, എത്ര കണ്ടു കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്ന കുട്ടികളാണ്. പലപ്പോഴും ഈ പെൺകുട്ടികൾ ലൈംഗിക ചൂഷണത്തിനിരയാവുന്നു. എന്തുകൊണ്ടാണ് തൻ്റെ ശരീരത്തെക്കുറിച്ചൊരു ആത്മാഭിമാനം നമ്മുടെ മക്കൾക്ക് ഇല്ലാതെ പോകുന്നത്? അപ്പോൾ ചില പെൺകുട്ടികളൊക്കെ പലപ്പോഴും വീഡിയോകളിലും കമൻറ്റുകളൊക്കെ കാണാറുണ്ട്, ആൺകുട്ടികൾക്ക് മാത്രം മതിയോ, ചാരിത്രം പെൺകുട്ടികൾക്ക് മാത്രം മതിയോ, ആൺകുട്ടികൾക്ക് വേണ്ടേ? ഇവർ എത്ര പെൺകുട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര പെൺകുട്ടികളുടെ കൂടെ ചിലവഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ, അപ്പോൾ നമ്മളും അതേപോലെയൊക്കെ പോയാൽ മതിയെന്ന്. യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും ഒരാണ് ഗർഭം ധരിക്കുന്നതോ പ്രസവിക്കുന്നതോ നമ്മൾ കേൾക്കാറില്ല. നമ്മൾ സ്ത്രീകളാണ് ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതൊക്കെ. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും സുരക്ഷിതമല്ലാത്ത ലൈംഗിക വീഴ്ചയിൽ ഗർഭം ധരിക്കാനും പലപ്പോഴും അത് അബോർഷനിലേക്ക് പോകുവാനും അല്ലെങ്കിൽ അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കുവാനും ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അത്തരം വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ അച്ഛൻ പറയുന്നു തൻ്റെ മകൾ ബഹുമിടുക്കിയായിരുന്നു, എല്ലാ ക്ലാസ്സിലും 1ാം റാങ്കോ 2ാം റാങ്കോ കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷേ ജീവിതത്തിൽ വിവേകത്തോടെ ചിന്തിക്കാനുള്ള ഒരു വിവേകബുദ്ധി ഇല്ലാതായിപ്പോയി. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് തന്നെ സ്നേഹിക്കുന്ന ആളെ ഇംഗിതത്തിന് വഴങ്ങാതിരുന്നാൽ അയാളുടെ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അയാൾ നമ്മൾ ഉപേക്ഷിച്ചു പോകും, അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന്. ഇത് ശരിക്കും മിഥ്യയായൊരു ധാരണയാണ്. നമ്മുടെയൊക്കെ ജീവിതാനുഭവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തോന്നലൊക്കെ വെറുതെയാണ്. നമ്മൾ ജീവിക്കും, എല്ലാം മറന്ന് നമ്മൾ പുതിയ ജീവിതം കിട്ടിയ പുതിയ ജീവിതത്തിനെ സ്നേഹിച്ച് നമ്മൾ ജീവിക്കും. നമുക്ക് ആ സമയം കടന്നു പോകാനുള്ള ഒരല്പം നേരം നമുക്ക് മുമ്പിൽ കിട്ടിയാൽ മതി. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട അച്ഛനോ അമ്മയോടോ നമ്മൾ സംസാരിക്കാൻ തയ്യാറാവുക, നമ്മളെ മാതാപിതാക്കളോട് നമ്മൾ സംസാരിക്കാൻ തയ്യാറാവുക. നമ്മളെ ജീവൻ നമുക്ക് വേണ്ട, ജീവിതം അവസാനിപ്പിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ നിങ്ങളെ അച്ഛനും അമ്മയുണ്ടാവും. നിങ്ങൾ ഏതവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് തോന്നും അവർ നമ്മളെ ചേർത്ത് പിടിക്കൂല, നമുക്ക് കൂടെ ഉണ്ടാവില്ല, നമ്മളെ ചീത്ത പറയും അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തും. എന്തൊക്കെ തോന്നിക്കഴിഞ്ഞാലും തൻ്റെ മകൾ അല്ലെങ്കിൽ തൻ്റെ മകൻ ഈ ജീവിതം അവസാനിപ്പിക്കാൻ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ അച്ഛനെയും അമ്മനേക്കാളും മനോഹരമായ മറ്റൊരു ബന്ധം തന്നെ ഈ ലോകത്തിലില്ല. മക്കളെങ്കിലും മനസ്സിലാക്കേണ്ടത് അതാണ്. നിങ്ങളെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വരുന്ന സമയത്ത് നിങ്ങൾ അമ്മയോടോ നിങ്ങൾ അച്ഛനോടോ തുറന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഇവിടെ മേഘ എന്ന കുഞ്ഞിന് ഇല്ലാതെ പോയതും അതാണ്. അവൾ തൻ്റെ അച്ഛനെയോ അമ്മയോ ഇക്കാര്യം അറിയിച്ചില്ല. അവൾ ഈ സങ്കടങ്ങളെല്ലാം സ്വയം ഏറ്റുവാങ്ങി താൻ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു, സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെട്ടു, താൻ ഉയർന്നൊരു പദവിയിൽ ഇരുന്നിട്ട് പോലും താൻ അവസാനം ഒഴിവാക്കപ്പെടുകയാണ്, ചതിക്കപ്പെടുകയാണ്, വഞ്ചിക്കപ്പെടുകയാണെന്ന തോന്നലിൽ നിന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നിയ ആ ഒരു നിമിഷത്തെ അതിജീവിക്കാൻ അവളെ കൊണ്ടായില്ല. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്ത സുഹൃത്തിനോടോ നിങ്ങളുടെ മാതാപിതാക്കളോടോ നിങ്ങൾ തുറന്ന് സംസാരിക്കുക. ഒരു ജീവൻ അത്രമാത്രം വിലപ്പെട്ടതാണ്. ഇവിടെ സുഗാന്തിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ?
അവൻ അവർ ഇപ്പോൾ സ്വയം ഏറ്റെടുത്തു, ഞാൻ കാരണമാണ് ഈ കുട്ടി ഗർഭം ധരിച്ചതെന്നൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണുന്നു. എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഈ പെൺകുട്ടി ഗർഭചിത്രം നടത്തിയതിൻ്റെ തെളിവുകൾ തിരുവനന്തപുരം ഹോസ്പിറ്റലുകളിൽ പോയതിൻ്റെയും ബില്ലടച്ചതിൻ്റെയും തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇനി ഇവൻ്റെ കുഞ്ഞാണ് തന്നെ കോടതിയിൽ തെളിയിക്കാൻ ഒരു ശാസ്ത്രീയമായിട്ടൊരു മാർഗവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും? ഇനി ഇയാൾക്ക് എത്ര തന്നെ ശിക്ഷ കിട്ടിയാലും ആ അച്ഛനും അമ്മക്കും ഈ മകൾക്ക് പകരം അതാകുമോ? ആവില്ല. അപ്പോൾ നമ്മൾ സ്വയം ജീവൻ ഒടുക്കും മുമ്പ് നമ്മളെ മാതാപിതാക്കളെ കുറിച്ച് ആലോചിക്കുക, നമ്മളെ വളർത്തി വലുതാക്കിയവരെ കുറിച്ച് ആലോചിക്കുക, നമ്മൾ ഈ സ്ഥാനത്തെത്തിയ സാഹചര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങളെ ഈ അവസ്ഥയിൽ എത്തിക്കാൻ അങ്ങേയറ്റം പരിശ്രമിച്ച് കഷ്ടപ്പെടുന്ന ഒരു മാതാപിതാക്കൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. അവരെ നിങ്ങൾ ആദ്യം ആലോചിക്കുക. പ്രണയം നമുക്ക് ഏത് നിമിഷവും ആരോടും തോന്നാം. നമുക്ക് താല്പര്യമുള്ള, നമ്മുടെ ചിന്തകളോടും നമ്മുടെ ആശയങ്ങളോടും സാദൃശ്യമുള്ള, നമ്മളെ മനസ്സിൽ സന്തോഷം ജനിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തോട് നമുക്ക് പ്രണയം തോന്നാം. ഇയാളൊരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കാൻ പെൺകുട്ടികൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരു പുരുഷനും വിവാഹത്തിന് മുമ്പ് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ശരീരം അനുഭവിക്കാൻ ആഗ്രഹിക്കില്ല, അവളുടെ പണം ആഗ്രഹിക്കില്ല, അവളുടെ അക്കൗണ്ടിൽ നിന്ന് കംപ്ലീറ്റ് പണം തൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നിർബന്ധിക്കില്ല. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുകളൊക്കെ നടത്തിയേക്കാം, അത് താൽക്കാലികമാണ്. അല്ലാതെ നിരന്തരം സാമ്പത്തികമായിട്ടും ശാരീരികമായും ചൂഷണം ചെയ്യുന്ന ഒരുത്തൻ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരുത്തനല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇനി മേഘയോടല്ല, മേഘയെപ്പോലെ അനേകായിരം പെൺകുട്ടികൾ ഇതുപോലെ ചതിക്കുഴികൾ പെട്ട് പറയാതെ മുന്നോട്ട് ജീവിക്കുന്നവരുണ്ടാവാം, ജീവനെടുക്കാൻ പേടികൊണ്ട് ജീവിക്കുന്നവരുണ്ടാവാം, ഇനിയൊരു ജീവിതം എങ്ങനെ ലഭിക്കുമെന്ന് ആശങ്കപ്പെടുന്നവരുണ്ടാവാം, ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ടാവാം. അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ചൂഷണം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് നോ എന്ന് പറഞ്ഞ് തിരിച്ചു പോരാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. അതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ, വിലപ്പെട്ട ജീവനും ജീവിതവും ബാക്കിയാകുന്നു എന്ന തിരിച്ചറിവ് വേണം. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, മേഘ ഏതൊരു പെൺകുട്ടി സ്വപ്നം കാണാവുന്നതിൻ്റെ ഉന്നതമായൊരു ജോലി, ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലിയാണ് ചെയ്യുന്നത്. അവൾ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന പോലെ മികച്ച ശമ്പളം കൈപ്പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. എന്നിട്ട് പോലും ഈ പെൺകുട്ടിക്ക് പോലും ജീവൻ എടുക്കേണ്ടി വന്നു. അവൾ തൻ്റെ ശരീരത്തിനും തൻ്റെ സ്നേഹത്തിനും തൻ്റെ വിശ്വാസത്തിനും വില കൽപ്പിച്ചവളായിരുന്നു. പക്ഷേ സുഗാന്ത് അങ്ങനെയായിരുന്നു അല്ല. അവൾ തിരഞ്ഞെടുത്ത ആൾ പക്ക ഫ്രോഡായിരുന്നു. അതാണ് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടത്. നമ്മൾ പ്രണയിച്ച് തുടങ്ങുന്ന സമയത്ത്, നമ്മൾ ഒരുമിച്ച് തനിച്ചാവുന്ന സമയത്ത് തൻ്റെ ശരീരം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവനെങ്കിൽ അവനോട് ഇട്ടെറിഞ്ഞു പോകാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. എൻ്റെ മക്കളോട് എനിക്ക് അതേ പറയാനുള്ളൂ. മറ്റൊരു മേഘമാരും ഇനി ജനിക്കാതിരിക്കട്ടെ. ആ അച്ഛനും അമ്മക്കും ക്ഷമയുണ്ടാവട്ടെ. സുഗാന്തിന് അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നിറഞ്ഞ സ്നേഹത്തോടെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.